ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട്ടിലെ ഫേമസ് ടെമ്പിളായ തിരുനെല്ലി ക്ഷേത്രത്തിന് മുന്നിലാണ്. കർണാടക അതിർത്തിയിൽ ബ്രഹ്മഗിരി മലനിരകളിലെ കമ്പമല, കരിമല, വരടിക മലകൾ എന്നിവയാൽ ചുറ്റപ്പെട്ട ക്ഷേത്രം. സഹ്യമല ക്ഷേത്രം, ബ്രഹ്മഗിരി ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. നെല്ലിമരങ്ങൾ കാണപ്പെടുന്ന സ്ഥലത്ത് നിൽക്കുന്നതിനാൽ അമലക ക്ഷേത്രമെന്നും അറിയപ്പെടുന്നു. 30 കരിങ്കൽ തൂണുകളാൽ താങ്ങി നിർത്തിയിരിക്കുന്നതാണ് തിരുനെല്ലി ക്ഷേത്രം. തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം ചേര രാജാക്കന്മാരായ ഭാസ്കര രവിവർമ്മൻ 1, 2 എന്നിവരുടെ ചെമ്പ് ആലേഖനങ്ങളിൽ കാണാം. തിരുനെല്ലി ഗ്രാമത്തിൽ നിന്നും ഇത് കുഴിച്ചെടുത്തിട്ടുണ്ട്. AD 9-ാം നൂറ്റാണ്ട് വരെ ഈ ചെമ്പ് തകിടുകൾക്ക് പഴക്കമുണ്ട്. ഭാസ്കര രവിവർമ്മൻ്റെ കാലത്ത് ഈ ക്ഷേത്രം പ്രധാന തീർത്ഥാടന കേന്ദ്രമായിരുന്നു. അന്നത്തെ നാണയം ആയ 12 രാശികൾ ഉപയോഗിച്ച് കൊത്തുപണി ചെയ്ത കല്ലുകൾ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിന് അടുത്തായി ഉള്ള ചില കൽപ്രതിമകൾ കൂർഗ് രാജാക്കന്മാർ നിർമ്മിച്ചതാണ്. പാപനാശിനി ഗ്രാമം, പഞ്ചതീർത്ഥ ഗ്രാമം എന്നീ 2 ഗ്രാമങ്ങൾ ഇവിടെ നിലനിന്നിരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി പല ഐതിഹ്യങ്ങളുമുണ്ട്. ബ്രഹ്മാവ് ഈ ക്ഷേത്രം നിർമ്മിച്ച മഹാവിഷ്ണുവിന് സമർപ്പിച്ചു എന്നും ചതുർഭുജങ്ങളുടെ രൂപത്തിലാണ് ഈ ക്ഷേത്രം പണിതതെന്നും ആണ് ഐതിഹ്യം. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മലനിരകൾ ബ്രഹ്മഗിരി എന്നും അറിയപ്പെടുന്നത് എന്നും പറയപ്പെടുന്നു. മൈസൂരിലേക്ക് തീർത്ഥയാത്ര പോയ 3 മലയാളി നമ്പൂതിരിമാർക്ക് വഴി തെറ്റി വിശന്നു വലഞ്ഞ് ഇവിടെ കിടന്നു ഉറങ്ങിയപ്പോൾ ഇവർ ഒരു പുരാതന ക്ഷേത്രം കാട് പിടിച്ചു നിൽക്കുന്നത് കണ്ടു. അതിനടുത്തായി നിറയെ നെല്ലിക്കയുള്ള ഒരു നെല്ലിമരം കണ്ട് അവർ തങ്ങളുടെ പൈതാഹങ്ങൾ അകറ്റി. അതിനുശേഷം ഒരു അശരീരി കേൾക്കുകയും ഈ സ്ഥലത്ത് പരബ്രഹ്മസ്വരൂപികളായ ത്രിമൂർത്തികളുടെ സാന്നിധ്യം ഉണ്ടെന്നും തിരുനെല്ലി എന്ന് നാമകരണം ചെയ്യണമെന്നും ഇനി മറ്റ് സ്ഥലങ്ങളിൽ തീർത്ഥാടനം നടത്തേണ്ടതില്ലെന്നും അറിയിച്ചു. ഇതിനാൽ ഇവർ ഈ സ്ഥലം തിരുനെല്ലി എന്ന് നാമകരണം ചെയ്തു എന്നാണ് മറ്റൊരു ഐതിഹ്യം. ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വനങ്ങളിൽ നെല്ലിമരങ്ങൾ ധാരാളമായി കാണാം. നെല്ലിമരത്തിൽ ലക്ഷ്മി നാരായണ സാന്നിധ്യം ഉള്ളതായി വിശ്വസിക്കപ്പെടുന്നു. പിതൃക്കൾക്ക് ബലിയർപ്പിക്കുന്നതിനുള്ള വടക്കൻ മലബാറിലെ ഒരു പ്രധാന സ്ഥലമാണ് ഈ ക്ഷേത്രം. വർഷം മുഴുവൻ എല്ലാ ദിവസവും ഇവിടെ മരിച്ചവർക്ക് വേണ്ടിയുള്ള ബലിതർപ്പണം നടത്താറുണ്ട്. ഈ ക്ഷേത്രത്തിൽ ബലിയിട്ടാൽ മരിച്ചവരുടെ ആത്മാവ് സ്വർഗപ്രാപ്തി അല്ലെങ്കിൽ ഭഗവാനിൽ ലയിച്ചു മോക്ഷം പ്രാപിക്കുമെന്നും വൈകുണ്ഠപ്രാപ്തി നേടുമെന്നും വിശ്വാസമുണ്ട്. പാപനാശിനി എന്ന അരുവിയിൽ കുളിച്ച് പിതൃക്കൾക്ക് ബലി അർപ്പണത്തിനു ശേഷം തിരുനെല്ലിയിൽ മഹാവിഷ്ണുവിനെ വണങ്ങുന്നതാണ് ഇവിടുത്തെ രീതി.